നമ്മളെവിടെ വന്നിരിക്കേ പൊന്നെ? ഇവിടെ വന്നിരിക്കേ? എന്നാ കാണാൻ? ഇങ്ങോട്ട് നോക്ക്, എന്നാ കാണാനാ? എവിടെയാ വന്നിരിക്കണത്? സ്ഥലം എവിടെ? തിയേറ്ററിലാ? സ്ഥലം എവിടെ? സ്ഥലം എവിടെ? ഒച്ചേ പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തലയിലപ്പറമ്പിലെ മൈ സിനിമാസ് തിയേറ്ററിലാണ്. തുടക്കം മൂവി കാണാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. രാത്രി 10 മണിയുടെ ഷോയ്ക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. കുറച്ചധികം ദിവസമായി കേട്ടോ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത് അന്ന് തൊട്ട് തന്നെ മകൻ്റെ അടുത്ത് പിന്നിച്ചേടാൻ കാര്യം പറഞ്ഞ് സിനിമയ്ക്ക് പോകാമെന്ന്. അതുകൊണ്ട് ഡെയിലി അച്ഛയെ സിനിമയ്ക്ക് പോവുക, അമ്മയെ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കൊച്ച് പറഞ്ഞു മടുത്ത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇന്ന് സിനിമയ്ക്ക് ഇറങ്ങി. ഇത്രയും ദിവസത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നല്ലോ. എന്തായിരുന്നു മഴ. ഈ മഴയത്ത് പുറത്തേക്ക് പോലും ആർക്കും പോകാൻ തോന്നില്ല. പിന്നെ ജോലിക്കൊക്കെ വേണ്ടി പോയാലേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് സിനിമയ്ക്ക് വരാനായിട്ട് ലേറ്റ് ആയത് ഇത്രയും ദിവസം. ഇന്നിപ്പോൾ കുറച്ച് തെളിഞ്ഞ് നിൽക്കണതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് തന്നെ അങ്ങ് ഇറങ്ങി. എന്നാലും മഴയുടെ കാര്യമല്ലേ, എപ്പോൾ വേണേലും പെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 10 മണിയുടെ ഷോയ്ക്ക് വേണ്ടി കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കേട്ടാ. കുറച്ച് നേരത്തെ ചെന്ന് തിയേറ്ററിൽ വെയിറ്റ് ചെയ്താലും സാരമില്ല, മഴ കൊള്ളണ്ടല്ലോ. എന്നാലും തലയിലപ്പറമ്പ് എത്തുന്നതിന് മുമ്പ് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു കേട്ടാ. പിന്നെ ചെറിയ രീതിയിലായതുകൊണ്ട് ഞങ്ങൾ കാര്യമാക്കിയില്ല. ഞങ്ങൾ നേരെ തിയേറ്ററിൽ വന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ പോയി ഇരുന്നേ. എൻ്റെ മകൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് സിനിമ കാണാൻ വന്നത്. അവനൊരു സീറ്റ് വന്നപ്പോഴെടുത്ത്. ഞാൻ ഇനി എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചിട്ട് അവൻ പറയണത് താഴെ ഇരിക്കാനാണ് കേട്ടാ. ഞങ്ങൾ നേരത്തെ തന്നെ കയറിയിരുന്നു കേട്ടാ. അതിനുശേഷം പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഫുൾ ചെയറും ഫില്ലാണ്. പിന്നെ പടം തുടങ്ങി ഫൈറ്റും ബ്ലഡും ഒക്കെ കണ്ടപ്പോഴേ അച്ഛേ ചോര ഇടി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മകൻ ഫ്ലാറ്റായി. പിന്നെ കൂടെ എൻ്റെ കാപ്പിയും പോപ്കോണും ഞാൻ മിസ്സാക്കില്ലല്ലോ. ഇൻ്റർവെല്ലിൻ്റെ ടൈമിലാട്ടോ ഇത് മേടിച്ചത്. പിന്നെ പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മോഹൻലാലിൻ്റെ മകളുടെ ഫസ്റ്റ് മൂവിയാണ്. അതിലുപരി ഒരുപാട് ട്രോളുകൾ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും സിനിമ വൈസ് നന്നായിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓണാക്കി ഇരിക്കുകയാണ് ഞാൻ. സിനിമ തുടങ്ങി സിനിമയുടെ അവസാനം വരെ ആ ഇരിപ്പ് ഞാനിരുന്ന്. അപ്പോഴാണ് ആ പേരെനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആരും തുടക്കത്തിൽ ഫോട്ടോ എടുക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്യേണ്ട, ലാസ്റ്റേ കിട്ടുള്ളൂ. ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. പോരുന്ന വഴി മഴയുടെ മറ്റു പോസ്റ്റുകളൊന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞ് വേറൊരു പോസ്റ്റ് കിട്ടി. റൂം തുറന്നകത്ത് കയറിയപ്പോൾ അതാ പോകുന്നു ഞങ്ങളുടെ മുറിയിൽ കൂടി ഒരു എലി. കുഞ്ഞെലിയാണേലും ഭയങ്കര പ്രശ്നക്കാരനാണ് എലി. ഇപ്പം സമയം 1:30 കേട്ടോ രാത്രിയിൽ. ആ സമയം തന്നെ ആ എലീനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലെല്ലാവരും. ആ ഒരു എലീനെ പിടിക്കാനുള്ള മാരക ആയുധമായിട്ടാട്ടോ എൻ്റെ അച്ഛൻ വരുന്നത്. പുറത്ത് പോയിട്ട് ചൂണ്ടക്കമ്പ് എടുത്തുകൊണ്ട് വരിക. വേറെ ഒന്നും കൊണ്ടല്ല, കട്ടിലിൻ്റെ അടിയിൽ ആളൊളിച്ചിരിക്കുക. ആ വരുന്ന എലീനെ പിടിക്കാൻ റെഡി ആയിട്ട് എൻ്റെ അമ്മ ചൂലുമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം. ആ എലിയൊന്ന് പുറത്തേക്ക് വന്നിട്ട് വേണം എൻ്റെ അമ്മക്ക് അതിനെ അടിച്ചടിച്ച് കൊല്ലാൻ. അതിന് വേണ്ടിയിട്ടുള്ള വൻ തയ്യാറെടുപ്പില്ല അമ്മ. എന്നാൽ എലീനെ അടിക്കാനുള്ള ആവേശത്തിൽ എൻ്റെ അമ്മ അടിച്ച് തകർക്കണത് എൻ്റെ അച്ഛൻ്റെ മുതുകത്തിട്ടാട്ടാ. ആ ചൂല് വെച്ച് നല്ല കുറേ അടി കിട്ടി എൻ്റെ അച്ഛന്. അപ്പോൾ എലിക്ക് ഇനിയും ആയുസുള്ളത് കൊണ്ട് എലി ജീവനും കൊണ്ട് ഓടി. ഇന്നത്തെ അധ്യായം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.